ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ദി ബ്രസ്റ്റ്. ഇത് KUHSൻ്റെ സ്ഥിരം എസ്സേ ടോപ്പിക്കാണ്. ഇതിൽ ലിംഫാറ്റിക് സപ്ലൈ 8 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നൗ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ ടോപ്പിക്. ദി ബ്രസ്റ്റ്. ദി ബ്രസ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് സെക്സസ് ബട്ട് ഇറ്റ് ഈസ് റുഡിമെൻ്ററി ഇൻ മെയിൽസ്. അതായത് ഇത് രണ്ട് സെക്സിലും കാണപ്പെടുന്നു, പക്ഷേ ഇത് മെയിൽസിൽ റുഡിമെൻ്ററി ആണ്. ഇറ്റ് ഈസ് ആൻ ആക്സസറി ഓർഗൻ ഓഫ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി ഇതിൻ്റെ ഷേപ്പിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് കുഡ് ബി ഹെമിസ്ഫെറിക്കൽ, കോണിക്കൽ, പൈറിഫോം, പെൻഡുലസ് ഓർ ഫ്ലാറ്റ്. സോ ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരാമെന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ സിറ്റുവേഷനെ പറ്റി പറയാം. It is situated in the superficial fascia. Pectoral region-ന്റെ superficial fascia-യുടെ one of the content ആണ് breast എന്ന് പറയുന്നത്. And we have divided the breast into 4 quadrants: upper medial, upper lateral, lower medial and lower lateral. And the upper lateral quadrant has a small extension, and the extension is called axillary tail of Spence. അതായത് നമ്മുടെ ബ്രസ്റ്റിനെ നമ്മൾ 4 ക്വാഡ്രൻ്റായിട്ട് തിരിച്ചല്ലോ. അതിൻ്റെ അപ്പർ ലാറ്ററൽ ക്വാഡ്രൻറ്റിന് ചെറിയൊരു വാലുണ്ട്, അതായത് ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷനെയാണ് നമ്മൾ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് വിളിക്കുന്നത്. It goes through an opening in the deep fascia and then lies in the axilla, and the opening is called foramen of Langer. അപ്പോൾ നമ്മൾ അപ്പർ ലാറ്ററൽ ക്വാഡ്രൻറ്റിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എക്സ്റ്റൻഷൻ ഡീപ്പ് ഫേഷ്യയിലെ ഒരു ഓപ്പണിംഗ് ആയ ഫൊറാമൻ ഓഫ് ലാംഗറിൽ കൂടി ആക്സിലയിൽ ചെന്ന് കിടക്കുന്നു. സോ സിറ്റുവേഷനെ പറ്റി പറയുമ്പോൾ ഇത് സൂപ്പർഫിഷ്യൽ ഫേഷ്യയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ 4 ക്വാഡ്രൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ, ലോവർ ലാറ്ററൽ. ഇതിൻ്റെ അപ്പർ ലാറ്ററൽ ക്വാഡ്രൻറ്റിന് ഒരു സ്മോൾ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ എക്സ്റ്റൻഷൻ്റെ പേരാണ് ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറഞ്ഞു. ഈ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് പാസസ് ത്രൂ ആൻ ഓപ്പണിംഗ് ഇൻ ഡീപ്പ് ഫേഷ്യ. ആ ഓപ്പണിങ്ങിൻ്റെ പേരാണ് ഫൊറാമൻ ഓഫ് ലാംഗർ എന്ന് പറഞ്ഞു. സോ സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്റ്റെൻറ്റ് പറയാം. എക്സ്റ്റെൻറ്റിനെ പറ്റി പറയുമ്പോൾ വെർട്ടിക്കലി ഇത് 2nd റിബ് തൊട്ട് 6th റിബ് വരെ. ഹൊറിസോണ്ടലി lateral border of sternum തൊട്ട് മിഡ് ആക്സിലറി ലൈൻ വരെ, ഇവിടെ വരെ മിഡ് ആക്സിലറി ലൈൻ വരെ. ഫിഗർ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേർണൽ ആംഗിൾ. സ്റ്റേർണൽ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിബാണ് 2nd റിബ്. ഇപ്പോൾ ഇതിവിടെ കാണും. ഇവിടെ നമ്മുടെ 6th റിബും കാണും. സോ വെർട്ടിക്കലി നോക്കുമ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ്. 2nd റിബ് തൊട്ട് 6th റിബ് വരെ. ഇനി നമുക്ക് ഹൊറിസോണ്ടലി നോക്കാം. ഇവിടാണ് നമ്മുടെ സ്റ്റേർണത്തിൻ്റെ ലാറ്ററൽ ബോർഡർ. ഇവിടെ ആയിട്ട് വരും നമ്മുടെ മിഡ് ആക്സിലറി ലൈൻ. സോ ഹൊറിസോണ്ടലി നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ്. സ്റ്റേർണത്തിൻ്റെ ലാറ്ററൽ ബോർഡർ തൊട്ട് മിഡ് ആക്സിലറി ലൈൻ വരെയാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ എക്സ്റ്റെൻറ്റ്. അത് കഴിഞ്ഞ് എക്സ്റ്റെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡീപ്പ് റിലേഷൻസ് നോക്കാം. ഫസ്റ്റ് ഡീപ്പ് റിലേഷൻ, ഡീപ്പ് ഫേഷ്യ. ഡീപ്പ് ഫേഷ്യയുടെ അടിയിൽ എന്തുണ്ടെന്ന് നോക്കാം. ഡീപ്പ് ഫേഷ്യയുടെ അടിയിൽ മസിൽസാണ്.
ഏതൊക്കെ മസിൽസാണെന്ന് അറിയണം. പെക്ടോറാലിസ് മേജർ, സെറാറ്റസ് ആൻറ്റീരിയർ, എക്സ്റ്റേണൽ ഒബ്ലീക്ക് മസിൽസ് ഓഫ് അബ്ഡമൻ. ഇതൊക്കെയാണ് ബ്രസ്റ്റിൻ്റെ ഡീപ്പ് റിലേഷൻ. അപ്പം എന്തൊക്കെയാണ്? ആദ്യം ഡീപ്പ് ഫേഷ്യ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതിനിടയിൽ മസിൽസ് ആണെന്ന് പറഞ്ഞു. മസിൽസിൻ്റെ പേരാണ് പെക്ടറാലിസ് മേജർ, സെറാറ്റസ് ആൻറ്റീരിയർ ആൻഡ് എക്സ്റ്റേണൽ ഒബ്ലീക്ക് മസിൽസ്. പിന്നെ പറയാനുള്ളത് ബ്രസ്റ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രോം ദി പെക്ടറൽ ഫേഷ്യ. ബ്രസ്റ്റിനെ നമ്മുടെ പെക്ടറൽ ഫേഷ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു ലൂസ് ഏരിയോളാർ ടിഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരാണ് റെട്രോ മാമറി സ്പേസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡീപ്പ് റിലേഷൻ? ഡീപ്പ് ഫേഷ്യ മസിലാണെന്ന് പറഞ്ഞു. പക്ഷേ ബ്രസ്റ്റിനെ ഇതിൻ്റെ പെക്ടറൽ ഫേഷ്യയായിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഏരിയോളാർ ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പേരാണ് റെട്രോ മാമറി സ്പേസ്. സോ എന്താണ് റെട്രോ മാമറി സ്പേസിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദി ബ്രസ്റ്റ്. ബ്രസ്റ്റിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിനാണ് റെട്രോ മാമറി സ്പേസ് സഹായിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദി ഡീപ്പ് റിലേഷൻ. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ബ്രസ്റ്റ് പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ബ്രസ്റ്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: സ്കിൻ, പാരൻകൈമ ആൻഡ് സ്ട്രോമ. ആദ്യം നമുക്ക് സ്കിന്നിനെ പറ്റി പറയാം. സ്കിൻ എന്ത് ചെയ്യുന്നു? കവേഴ്സ് ദി ഗ്ലാൻഡ്. ആദ്യം തന്നെ നമുക്ക് സ്കിൻ ഗ്ലാൻഡിനെ കവർ ചെയ്യുന്നു എന്ന് എഴുതാം. നെക്സ്റ്റ് പോയിൻ്റാണ് ഇതിനൊരു കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ട്, കോൾഡ് നിപ്പിൾ, പ്രസൻറ്റ് അറ്റ് ദി ലെവൽ ഓഫ് 4th intercostal space 10 centimeter from the midline. ക്ലിയർ നോക്കാം. ഓക്കെ, ഇതാണ് നിപ്പിൾ എന്ന് പറയുന്നത്. കോണിക്കൽ പ്രൊജക്ഷൻ ഇസ് കോൾഡ് നിപ്പിൾ. സോ 4th intercostal സ്പേസിൻ്റെ ലെവലിലാണ് നിപ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റേർണൽ ആംഗിൾ. ഇതൊക്കെ 2nd intercostal, 3rd intercostal, 4th intercostal സ്പേസിൻ്റെ ലെവലിലാണ് നിപ്പിൾ ഇരിക്കുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ മിഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ മിഡ് ലൈൻ്റെ 10 centimeter മാറിയിട്ടാണ് നിപ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഈ നിപ്പിൾ ഹാസ് longitudinal and circular muscles. നിപ്പിളിൽ ലോങ്ങിറ്റ്യൂഡിനലും സർക്കുലർ മസിൽസും ഉണ്ട്. ദീസ് ആർ സ്മൂത്ത് മസിൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിപ്പിൾ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ്. ദീസ് ആർ സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞു. ഇത് എന്തിനാണെന്ന് വെച്ചാൽ വെദർ ടു ഡിറ്റർമൈൻ ദ നിപ്പിൾ ഷുഡ് ബി ഇറക്റ്റ് ഓർ ഫ്ലാറ്റ്. And it also has modified sweat and sebaceous glands. These are rich in nerve supply. So നിപ്പിളിനെ പറ്റി പറയുമ്പോൾ ആദ്യം അതൊരു കോണിക്കൽ പ്രൊജക്ഷൻ ആണെന്ന് പറയാം. പിന്നെ അത് 4th intercostal സ്പേസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 10 centimeter ഫ്രം ദി മിഡ് ലൈൻ ആണെന്ന് പറയാം. പിന്നെ നിപ്പിളിൽ ഹാസ് ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ സ്മൂത്ത് മസിൽസ് എന്ന് പറയാം. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് മോഡിഫൈഡ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്, റിച്ച് ഇൻ നെർവ് സപ്ലൈ എന്ന് പറയാം. സോ നമ്മൾ നിപ്പിളിനെ പറ്റി പറഞ്ഞു. ഇനി നിപ്പിളിന് ചുറ്റും ദ സ്കിൻ അറൗണ്ട് ദ ബേസ് ഓഫ് ദ നിപ്പിൾ, ദീസ് ആർ പിഗ്മെൻറ്റഡ് ആൻഡ് സർക്കുലർ. അപ്പം ഇതാണ് നിപ്പിളെങ്കിൽ ഇതിന് ചുറ്റും ഒരു സർക്കുലറും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മൾ ഏരിയോള എന്ന് വിളിക്കുന്നത്. ദീസ് ആർ റിച്ച് ഇൻ മോഡിഫൈഡ് സെബേഷ്യസ്
ഗ്ലാൻസ്. പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഗ്ലാൻസ് എൻലാർജ് ചെയ്യും. ഇത് എൻലാർജ് ചെയ്തിട്ട് ഫോംസ് ട്യൂബക്കിൾസ് ഓഫ് മോണ്ടഗോമറി. അപ്പോൾ എന്താ പറഞ്ഞ്, നിപ്പിളിന് ചുറ്റും പിഗ്മെൻറ്റഡ് ആൻഡ് സർക്കുലർ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇങ്ങനെ. അപ്പം അതിനെയാണ് നമ്മൾ ഏരിയോള എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഏരിയോള ഇസ് റിച്ച് ആൻഡ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു. പ്രഗ്നൻസിയുടെയും ലാക്ടേഷൻ്റെയും സമയത്ത് ഈ ഗ്ലാൻസ് എൻലാർജ് ചെയ്തിട്ട് ഫോംസ് ട്യൂബക്കിൾസ് ഓഫ് മോണ്ടഗോമറി എന്ന് പറഞ്ഞു. ഓയിലി സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻസ്, സെബേഷ്യസ് ഗ്ലാൻഡാണ്, ഓയിലി സെക്രീഷനാണ്. Oily secretions of these glands lubricate the nipple. And areola. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് സെബേഷ്യസ് ഗ്ലാൻഡിൽ റിച്ച് ആണെന്ന് പറഞ്ഞു. സോ സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിലി സെക്രീഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓയിലി സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ലൂബ്രിക്കേറ്റ്സ് നിപ്പിൾ ആൻഡ് ഏരിയോള. എന്തിന്? ലാക്ടേഷൻ്റെ സമയത്ത് നിപ്പിൾ ക്രാക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെക്കാനിസം ഉള്ളത്. പിന്നെ സ്കിൻ ഓഫ് ഏരിയോള ആൻഡ് നിപ്പിൾ ആർ ഡിവോയിഡ് ഓഫ് ഹെയർ ആൻഡ് ഹാവ് നോ ഫാറ്റ് സബ്ജസൻറ്റ് ടു ഇറ്റ്. സോ നിപ്പിൾ have no hair, no fat subjacent to it. So a quick recap about skin. Skin എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? ഗ്ലാൻഡിനെ കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ നിപ്പിൾ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഈ നിപ്പിൾ എന്ന് പറയുന്നത് 4th ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ്, മിഡ് ലൈനിൻ്റെ 10 സെൻറ്റിമീറ്റർ മാറിയാണെന്ന് പറഞ്ഞു. നിപ്പിളിൽ ലോങ്കിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ സ്മൂത്ത് മസിൽസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താ, ഇതിൽ മോഡിഫൈഡ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റിച്ച് നെർവ് സപ്ലൈ ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് ഡൺ വിത്ത് നിപ്പിൾ. ഇനി നിപ്പിളിന് ചുറ്റും കുറച്ച് സ്കിന്നുണ്ട്, അത് പിഗ്മെൻറ്റഡ് ആൻഡ് സർക്കുലർ ആണെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഏരിയോള എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ദീസ് ആർ റിച്ച് ഇൻ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു. പ്രഗ്നൻസിയുടെയും ലാക്ടേഷൻ്റെയും സമയത്ത് ഇത് എൻലാർജ് ചെയ്തിട്ട് ട്യൂബക്കിൾസ് ഓഫ് മോണ്ടഗോമറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ സെബേഷ്യസ് ഗ്ലാൻഡ് ആണല്ലോ, അപ്പം ഇവർ സെക്രീറ്റ് ചെയ്യുന്നത് ഓയിലി സെക്രീഷൻ ആയിരിക്കും. ഓയിലി സെക്രീഷൻ എന്ത് ചെയ്യും? നിപ്പിളിനെയും ഏരിയോളനെയും ലൂബ്രിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തിന്? ടു പ്രിവെൻറ്റ് ദി ക്രാക്കിംഗ് ഓഫ് നിപ്പിൾ ഡ്യൂറിങ് ലാക്ടേഷൻ. പിന്നെ പറഞ്ഞെന്താ, സ്കിൻ ഓഫ് ഏരിയോള ആൻഡ് നിപ്പിൾ ഹാവ് നോ ഹെയർ നോ ഫാറ്റ് സബ്ജസൻറ്റ് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ സ്കിൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരൻകൈമയാണ്. സോ പാരൻകൈമ എന്ന് പറഞ്ഞാൽ മാമറി ഗ്ലാൻഡാണ് നമ്മൾ പാരൻകൈമ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഒരു ട്യൂബുലോ ആൽവിയോളാർ ഗ്ലാൻഡാണ്. മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു ട്യൂബുലോ ആൽവിയോളാർ ഗ്ലാൻഡാണ്. ദിസ് ഈസ് എ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ്. അപ്പം ഇതിലൊരു 15 to 20 ലോബ്സ് ഉണ്ടാവും. ഓരോ ലോബിലും ക്ലസ്റ്റർ ഓഫ് ആൽവിയോളയാവും. ഈ ആൽവിയോള എല്ലാം കൂടെ ഡ്രെയിൻ ചെയ്ത് ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക് വരും. ലാക്റ്റിഫറസ് ഡക്ട്സ് എല്ലാം കൂടെ കൺവേർജ് ചെയ്യുന്നത് നിപ്പിളിലായിരിക്കും. ഈ കൺവേർജ് ചെയ്യുന്ന അവിടെ ഒരു ഡയലറ്റേഷൻ ഉണ്ടാവും ഇങ്ങനെ. അതിനെയാണ് നമ്മൾ ലാക്റ്റിഫെറസ് സൈനസ് എന്ന് വിളിക്കുന്നത്. ഫിഗർ നോക്കാം. സോ നമ്മൾ പറഞ്ഞു മാമറി പാരൻകൈമ എന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡാണ് പാരൻകൈമ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്യൂബുലോ ആൽവിയോളാർ ഗ്ലാൻഡാണെന്ന് നമ്മൾ പറഞ്ഞു. ട്യൂബ്യൂളും ഉണ്ട്, ആൽവിയോളയുണ്ട്. ട്യൂബുലോ ആൽവിയോളാർ ഗ്ലാൻഡാണെന്ന് പറഞ്ഞു. ദിസ് ഈസ് എ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് 15 to 20 ലോബ്സ് ഉണ്ടാവും. ഇതുണ്ട്, ഈ കാണുന്നതൊക്കെ ഓരോ ലോബാണ്. ഇതുപോലെ ഒരു 15 to 20 ലോബ്സ് ഉണ്ടാവും.
ഓരോ ലോബിലും കുറേ ആൽവിയോളായി. ഇതൊരു ആൽവിയോള, ഇങ്ങനെ കുറേ ആൽവിയോള ഉണ്ടാവും. ഈ ആൽവിയോള എല്ലാം കൂടി ഡ്രെയിൻ ചെയ്യുന്നത് ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കായിരിക്കും. ലാക്റ്റിഫറസ് ഡക്റ്റ്. ഇനി ലാക്റ്റിഫറസ് ഡക്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് നിപ്പിളിലേക്ക് വരും. നിപ്പിളിലേക്ക് വരും. ഇത് നിപ്പിൾ. ഈ നിപ്പിളിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഒരു ഡയലറ്റേഷൻ ഉണ്ട്. ആ ഡയലറ്റേഷനാണ് നമ്മൾ ലാക്റ്റിഫറസ് സൈനസ് എന്ന് വിളിക്കുന്നത്. ബി ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം. റെട്രോ മാമറി സ്പേസ് കണ്ട്, പെക്ടോറൽ ഫേഷ്യ കണ്ടു, അതിനടിയിൽ പെക്ട്രാലിസ് മേജർ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ പാരൻകൈമ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ലോബ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ 15 to 20 ലോബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ലോബിലും കുറേ ആൽവിയോള ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ആൽവിയോള എല്ലാം കൂടെ ഡ്രെയിൻ ചെയ്യുന്നത് ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കാണെന്ന് പറഞ്ഞു. ഈ ഡക്റ്റ് എല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നത് നിപ്പിളിലേക്കാണെന്ന് പറഞ്ഞു. നിപ്പിളിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഒരു ഡയലറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ലാക്റ്റിഫറസ് സൈനസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ പാരൻകൈമ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രോമ പഠിക്കാം. സ്ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിങ് ഫ്രെയിം വർക്ക് ഓഫ് ദി ഗ്ലാൻഡ്. നമുക്ക് കുറേ ഗ്ലാൻഡൊക്കെ ഇല്ലേ, അപ്പോൾ ഗ്ലാൻഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ, അപ്പോൾ അതാണ് സ്ട്രോമയുടെ പണി. സപ്പോർട്ടിങ് ഫ്രെയിം വർക്ക്. സ്ട്രോമ തന്നെ 2 ടൈപ്പ് സ്ട്രോമയുണ്ട്. ഫൈബ്രസ് സ്ട്രോമയും ഫാറ്റി സ്ട്രോമയും. ഇപ്പോൾ ഫൈബ്രസ് സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോംസ് സെപ്റ്റ. ഇതിനെ നമ്മൾ സസ്പെൻസറി ലിഗമെൻറ്റ് ഓഫ് കൂപ്പർ എന്ന് വിളിക്കും. ഇപ്പോൾ ഫൈബ്രസ് സെപ്റ്റ നെയിംഡ് സസ്പെൻസറി ലിഗമെൻറ്റ് ഓഫ് കൂപ്പർ. എന്താണ് ഇതിൻ്റെ ജോലി? ഇതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ സ്കിന്നിനെയും ഗ്ലാൻഡിനെയും പെക്ടോറൽ ഫേഷ്യയിലേക്ക് ആങ്കർ ചെയ്ത് വെക്കുക. ആങ്കറിങ് സ്കിൻ and glands to pectoral fascia. നമുക്ക് മുമ്പേ കണ്ട ഫിഗറിൽ അതിനെ കാണാം. ഈ പച്ച കളറിലിരിക്കുന്നതാണ് സസ്പെൻസറി ലിഗമെൻറ്റ് ഓഫ് കൂപ്പർ. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പെക്ടോറൽ ഫേഷ്യയില്ലേ, ഈ ഫേഷ്യയും ഇവിടുത്തെ സ്കിന്നിനെയും ഗ്ലാൻഡിനെയും ഒക്കെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഫൈബ്രസ് സ്ട്രോമ കഴിഞ്ഞ്. ഇനി നമുക്ക് ഫാറ്റി സ്ട്രോമ നോക്കണം. ഫാറ്റി സ്ട്രോമയാണ് ഗ്ലാൻഡിൻ്റെ മെയിൻ ബൾക്ക് ഉണ്ടാക്കുന്നത്. ഫാറ്റ് ഡെപ്പോസിഷനാണ്, അതാണ് നമ്മുടെ ഗ്ലാൻഡിൻ്റെ മെയിൻ supporting framework. Now let's move to the blood supply. Okay, blood supply mainly arteries 3 പേരാണ്. superior thoracic artery, acromiothoracic artery, lateral thoracic artery. ഇവരെ കൂടാതെ വേറെ 2 ആർട്ടറീസും കൂടെ ഉണ്ട്. ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി വിച്ച് ഇസ് എ ബ്രാഞ്ച് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി ആൻഡ് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറീസ്. സോ ആദ്യത്തെ ആർട്ടറി ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി which is a branch of subclavian artery. Next one, lateral thoracic superior thoracic. ഇവരൊക്കെ ഏതിൻ്റെ ബ്രാഞ്ചാണ്?
ലാറ്ററൽ thoracic, superior thoracic, acromiothoracic ആർട്ടറീസ് ഒക്കെ ഏതിൻ്റെ ബ്രാഞ്ചാണ്? ആക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഇനി പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറിയുടെ ലാറ്ററൽ ബ്രാഞ്ചസ്. ഇവർ 3 പേരും കൂടാണ് ബ്രസ്റ്റിൻ്റെ ബ്ലഡ് സപ്ലൈ. ഈ ഫിഗറിൽ കാണാം. ഇത് ആക്സിലറി ആർട്ടറിയുടെ ഫസ്റ്റ് ബ്രാഞ്ച് സുപ്പീരിയർ thoracic, പിന്നെ അക്രോമിയോthoracic വരുന്നു, ലാറ്ററൽ thoracic ആർട്ടറി ഇതിൽ പോണു, പിന്നെ പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറിയുടെ ലാറ്ററൽ ബ്രാഞ്ചസ് ഇവിടെ സപ്ലൈ ചെയ്യുന്നു, ഇൻ്റേണൽ thoracic ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഇവിടെ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബ്രസ്റ്റിൻ്റെ ബ്ലഡ് സപ്ലൈ. ബ്രസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഹൈലി വാസ്കുലാർ സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് വെരി വാസ്കുലർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലഡ് സപ്ലൈ, ആർട്ടീരിയൽ സപ്ലൈ. ഇനി നമുക്ക് വീനസ് ഡ്രെയിനേജ് നോക്കണം. വീനസ് ഡ്രെയിനേജ് ഇതിൻ്റെ വീനസ് ഡ്രെയിനേജ് സൂപ്പർഫിഷ്യൽ വെയിൻസും ഡീപ്പ് വെയിൻസും ഉണ്ടല്ലോ. അപ്പോൾ അതിലെ സൂപ്പർഫിഷ്യൽ വെയിൻസ് ഇൻറ്റേർണൽ thoracic വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യും. എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും? ഇൻറ്റേർണൽ thoracic വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യും. ഡീപ്പ് വെയിൻസ് ആക്സിലറിയും പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസിലേക്കും ഡ്രെയിൻ ചെയ്യും. ഇതാണ് അതിൻ്റെ വീനസ് ഡ്രെയിനേജ്. അപ്പം നമുക്ക് സൂപ്പർഫിഷ്യൽ വെയിനുണ്ട്, ഡീപ്പ് വെയിനുണ്ട്. സൂപ്പർഫിഷ്യൽ വെയിൻ ആണെങ്കിൽ ഇൻറ്റേർണൽ thoracic വെയിനിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സൂപ്പർഫിഷ്യൽ വെയിൻസ് ഉണ്ട് ലോവർ പാർട്ട് ഓഫ് ദ നെക്കിലേക്കും ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡീപ്പ് വെയിൻസ് ആക്സിലറി വെയിനിലേക്കും പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിനിലേക്കും ഡ്രെയിൻ ചെയ്യും. ആർട്ടീരിയൽ സപ്ലൈ കഴിഞ്ഞു, വീനസ് ഡ്രെയിനേജ് കഴിഞ്ഞു. ഇനി നമുക്ക് നെർവ് സപ്ലൈ നോക്കാം. നെർവ് സപ്ലൈ പറ്റി പറയുമ്പോൾ ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ഓഫ് ദി 4th to 6th ഇൻ്റർകോസ്റ്റൽ നെർവ്സ്, ഇവരാണ് ഇതിൻ്റെ നെർവ് സപ്ലൈ. 4th to 6th ഇൻ്റർകോസ്റ്റൽ നെർവ്സിൻ്റെ ആൻറ്റീരിയറും ലാറ്ററലുമായിട്ടുള്ള ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ്. ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ സ്കിന്നിന് സപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചസ്. ഇവർ സെൻസറി സപ്ലൈ ആണ്, സെൻസറി ഫൈബേഴ്സ് ആണ് ടു സ്കിൻ. പിന്നെ കുറച്ച് ഓട്ടോണോമിക് ഫൈബേഴ്സ് ടു മസിൽസ്, പിന്നെ കുറച്ച് ബ്ലഡ് വെസൽസിനും സപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണ്? 4th to 6th ഇൻ്റർകോസ്റ്റൽ നെർവ്സിൻ്റെ ആൻറ്റീരിയറും ലാറ്ററലും ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ്. ഇതിൽ കുറച്ച് സെൻസറി ഫൈബേഴ്സ് ഉണ്ട്, ഇവർ സ്കിന്നിന് സപ്ലൈ ചെയ്യും. കുറച്ച് ഓട്ടോണോമിക് ഫൈബേഴ്സ് ഉണ്ട്, ഇവർ മസിൽസിന് സപ്ലൈ ചെയ്യും. പിന്നെ കുറച്ച് ബ്ലഡ് വെസൽസിന് സപ്ലൈ ചെയ്യും. പക്ഷേ സെക്രീഷൻ ഓഫ് മിൽക്ക് നെർവിൻ്റെ കൺട്രോളല്ല, നെർവ് സപ്ലൈയിലല്ല, അത് പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കൺട്രോളിലാണ്. പ്രോലാക്റ്റിൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഹൈപ്പോഫൈസിസ് സെറിബ്രൈ. പ്രോലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. സോ നമ്മൾ പറഞ്ഞു ഇതിന് സെൻസറി ഫൈബേഴ്സ് ഉണ്ട്, ഓട്ടോണമിക് ഫൈബേഴ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസിലേക്ക് കുറച്ച് ഫൈബേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സെക്രീഷൻ ഓഫ് മിൽക്ക് പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ലിംഫാറ്റിക് സപ്ലൈ. ലിംഫാറ്റിക് സപ്ലൈ നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. അപ്പോൾ ലിംഫാറ്റിക് ഡ്രെയിനേജിനെ പറ്റി പറയുമ്പം ലിംഫ് നോഡും ഉണ്ട്, ലിംഫാറ്റിക്സും ഉണ്ട്.
സോ ലിംഫ് നോഡ്സ്, നമുക്കത് ലിംഫ് നോഡ്സിനെ പറ്റി പറയാം. ആദ്യം ആക്സിലറി ലിംഫ് നോഡ്സ്. ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പം ഇവരൊക്കെയാണ് നമ്മുടെ ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു ആൻറ്റീരിയർ ആക്സിലറി ലിംഫ് നോഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. പോസ്റ്റീരിയർ ആക്സിലറി ലിംഫ് നോഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ലാറ്ററൽ ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പ്. സെൻട്രൽ ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. പിന്നെ എപ്പിക്കൽ ആക്സിലറി എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്. സോ ആക്സിലറി ലിംഫ് നോഡ്സിന് 5 ഗ്രൂപ്പാണ് ഉള്ളത്. ആൻറ്റീരിയർ ആക്സിലറി, പോസ്റ്റീരിയർ ആക്സിലറി, ലാറ്ററൽ ആക്സിലറി, സെൻട്രൽ ആക്സിലറി ആൻഡ് എപ്പിക്കൽ ആക്സിലറി. സോ ഇവരാണ് നമ്മുടെ ആക്സിലറി ലിംഫ് നോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ 2 ഗ്രൂപ്പും കൂടെ ഉണ്ട്. ആൻറ്റീരിയർ thoracic ലിംഫ് നോഡ്സ്. ഇതിനെ നമ്മൾ പാരാസ്റ്റെർണൽ നോഡ് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് സുപ്രാ ക്ലാവിക്കുലാർ ലിംഫ് നോഡ്. ഇതാണ് നമ്മുടെ സുപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ്. ഇവിടാണ് നമ്മുടെ പാരാസ്റ്റെർണൽ ലിംഫ് നോഡ് എന്ന് പറയുന്നത്. സോ ഇവരൊക്കെയാണ് നമ്മുടെ ലിംഫ് നോഡ്സ്. ഇനി നമുക്ക് ലിംഫാറ്റിക്സ് പറയണം. സോ ലിംഫാറ്റിക് വെസൽസ്. സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് ഉണ്ട്, ഡീപ്പ് ലിംഫാറ്റിക്സ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഓവർ ദ ബ്രസ്റ്റ് എക്സെപ്റ്റ് നിപ്പിൾ ആൻഡ് ഏരിയോള. സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രെയിൻ ചെയ്യും, എക്സെപ്ഷൻ ഫോർ ദി നിപ്പിൾ ആൻഡ് ദി ഏരിയോള. പിന്നെ ഡീപ്പ് ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവർ പാരൻകൈമ ഓഫ് ദി ബ്രസ്റ്റ് ഡ്രെയിൻ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പേ വിട്ടുപോയ 2 പേര് നിപ്പിളും ഏരിയോളയും ഡ്രെയിൻ ചെയ്യും. ഇനി ലിംഫാറ്റിക് ഡ്രെയിനേജിനെ പറ്റി പറയുകയാണെങ്കിൽ 75% ഓഫ് ലിംഫ് ഡ്രെയിൻഡ് ഫ്രം ബ്രസ്റ്റ്. 75% ഇങ്ങോട്ട് പോകും, ആക്സിലറി നോഡ്സിലേക്കാണ് പോകുന്നത്. ഇതിലൊരു 20% ഇവിടെ പോവും, ആൻറ്റീരിയർ thoracic നോഡ്സിലേക്ക് പോകും. ഇനി ഒരു 5% ബാക്കിയുണ്ടല്ലോ, അവർ പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ നോഡ്സിലേക്ക് പോകും. സോ 75% എവിടെ പോകും, ആക്സിലറി നോഡിലേക്ക് പോകും. 20% എവിടെ പോകും, ആൻറ്റീരിയർ thoracic നോഡിലേക്ക് പോകും. ബാക്കി 5% എവിടെ പോകും, പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ നോഡ്സിലേക്ക് പോകും. ഈ ആക്സിലറി നോഡിൻ്റെ കാര്യം പറയുമ്പം ആക്സിലറി നോഡിലേക്ക് 75% പോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ആക്സിലറി നോഡിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ആൻറ്റീരിയർ ആക്സിലറി നോഡിലേക്കാണ്. അപ്പം നമ്മൾ 75% ആക്സിലറി നോഡിൽ പോകുമെന്ന് പറഞ്ഞു, 20% ആൻറ്റീരിയർ thoracic നോഡിൽ പോകുമെന്ന് പറഞ്ഞു, 5% പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ നോഡിൽ പോകുമെന്ന് പറഞ്ഞു. ഈ ആക്സിലറി നോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ആൻറ്റീരിയർ ആക്സിലറി നോഡിലാണെന്ന് പറഞ്ഞു. സോ എങ്ങനെയാണിത് പോണേന്നറിയണ്ടേ? ആൻറ്റീരിയർ ആക്സിലറി നോഡിലും പോസ്റ്റീരിയർ ആക്സിലറി നോഡിലും വരുന്ന ലിംഫ് ഇവിടെ പോവും, സെൻട്രലും ലാറ്ററൽ ഗ്രൂപ്പിലും പോകും. എന്നിട്ട് എവിടെ പോവും,
എപ്പിക്കൽ ഗ്രൂപ്പിൽ ചെന്ന് കയറും. എന്നിട്ട് അവിടുന്ന് സുപ്രാ ക്ലാവിക്കുലാർ നോഡിലേക്ക് പോകും. അപ്പം എങ്ങനെയാ? ആൻറ്റീരിയർ ആക്സിലറിയും പോസ്റ്റീരിയർ ആക്സിലറി നോഡിലുള്ള ലിംഫ് ഇവരോടെ പോകും സെൻട്രൽ അല്ലെങ്കിൽ ലാറ്ററൽ ലിംഫ് നോഡ്സിലേക്ക് പോകും. അവിടുന്ന് ഇവർ എപ്പിക്കൽ ലിംഫ് നോഡ്സിൽ ചെല്ലും. എന്നിട്ട് ഏറ്റവും അവസാനം സുപ്രാ ക്ലാവിക്കുലാർ നോഡിലേക്ക് പോകും. ഇനി പറയാനുള്ളത് സബ് ഏരിയോളാർ പ്ലെക്സസ് ഓഫ് സാപ്പെ എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയാണ്. സബ് ഏരിയോളാർ പ്ലെക്സസ് ഓഫ് സാപ്പെ എന്ന് വെച്ചാൽ ദ പ്ലെക്സസ് ഓഫ് ലിംഫ് വെസൽസ് പ്രസൻറ്റ് ഡീപ്പ് ടു ദി ഏരിയോള. ഓക്കെ ഇത് നിപ്പിൾ, ബാക്കി റൗണ്ട് ഏരിയോള. ഇതിൻ്റെ അടിയിൽ ഉള്ള ലിംഫ് വെസലിനെയാണ് നമ്മൾ സബ് ഏരിയോളാർ പ്ലെക്സസ് ഓഫ് സാപ്പെ എന്ന് വിളിക്കുന്നത്. ഇവരെവിടെ ചെന്ന് ഡ്രെയിൻ ചെയ്യുമെന്നാണ് ചോദ്യം. ഇവർ ആൻറ്റീരിയർ ആക്സിലറി ലിംഫ് നോഡിൽ ചെന്ന് ഡ്രെയിൻ ചെയ്യും. അപ്പോൾ സബ് ഏരിയോളാർ പ്ലെക്സസ് ഓഫ് സാപ്പെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയോളാർ അടിയിൽ കാണുന്ന ലിംഫ് ഫ്ലെക്സസ് ആണ്. അത് ആൻറ്റീരിയർ ആക്സിലറി ലിംഫ് നോഡ് ചെന്ന് ഡ്രെയിൻ ചെയ്യും. ഇനി ഡീപ്പ് ലിംഫാറ്റിക്സ് എങ്ങനെയാണ്? ഇവർ പെക്ട്രാലിസിനെ മസിലിനെ പിയേഴ്സ് ചെയ്യുന്നു, ക്ലാവിപെക്ടറൽ ഫേഷ്യനെ പിയേഴ്സ് ചെയ്യുന്നു. ക്ലാവിപെക്ടറൽ ഫേഷ്യയൊക്കെ ഷോർട്ട് നോട്ടാട്ടോ, നോക്കിയിട്ട് പോണേ. പിന്നെ ക്ലാവിപെക്ടറൽ ഫേഷ്യനെ പിയേഴ്സ് ചെയ്യുന്നു, എപ്പിക്കൽ ലിംഫ് നോഡിൽ എത്തുന്നു. എന്നിട്ട് അവിടുന്ന് ഇൻറ്റേർണൽ മെമ്മറി നോഡിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഡീപ്പ് ലിംഫാറ്റിക്സ് പോകുന്നത്. ഈ ഇൻറ്റേർണൽ മെമ്മറി നോഡ് എന്ന് പറയുന്നത് ഔട്ടർ ബ്രസ്റ്റിൻ്റെയും ഇന്നർ പാർട്ട് ഓഫ് ദി ബ്രസ്റ്റും രണ്ടും ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ദി ഇന്നർ ഏരിയ ഓഫ് ബ്രസ്റ്റ് but also the outer quadrants of breast രണ്ടും ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത്രേ ഉള്ളൂ ലിംഫാറ്റിക് സപ്ലൈ. ഒരു ക്വിക്ക് റിവിഷൻ നോക്കുകയാണെങ്കിൽ ലിംഫാറ്റിക് ഡ്രെയിനേജിന് ലിംഫ് നോഡും ഉണ്ട്, ലിംഫാറ്റിക് വെസൽസും ഉണ്ട്. ലിംഫ് നോഡ് പറയുകയാണെങ്കിൽ മെയിൻലി ആക്സിലറി ലിംഫ് നോഡ്, ആൻറ്റീരിയർ തൊറാസിക് ലിംഫ് നോഡ്, സുപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ്. ആക്സിലറി ലിംഫ് നോഡിന് തന്നെ 5 ഗ്രൂപ്പ്: ആൻറ്റീരിയർ ആക്സിലറി, പോസ്റ്റീരിയർ ആക്സിലറി, സെൻട്രൽ ആക്സിലറി, ലാറ്ററൽ ആക്സിലറി ആൻഡ് എപ്പിക്കൽ ആക്സിലറി ഗ്രൂപ്പ്. ഇനി ആൻറ്റീരിയർ തൊറാസിക് ലിംഫ് നോഡ്, സുപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ്. ഇനി ലിംഫാറ്റിക് വെസൽസ് ആണെങ്കിൽ അതിന് സൂപ്പർഫിഷ്യലും ഉണ്ട്, ഡീപ്പും ഉണ്ട്. സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ സ്കിൻ ഓവർ ദ ബ്രസ്റ്റ് മാത്രമേ അവർ ഡ്രെയിൻ ചെയ്യത്തുള്ളൂ, നിപ്പിളും ഏരിയോളയും ഡ്രെയിൻ ചെയ്യത്തില്ല. ഡീപ്പാണെങ്കിൽ അവർ പാരൻകൈമ ഡ്രെയിൻ ചെയ്യും, നിപ്പിളും ഏരിയോളയും കൂടി ഡ്രെയിൻ ചെയ്തോളും. ഇനി ലിംഫാറ്റിക് ഡ്രെയിനേജിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ 75% ലിംഫ് ഡ്രെയിൻ ചെയ്യുന്നത് ആക്സിലറി ലിംഫ് നോഡ്സ് ആണ്, 20% ആൻറ്റീരിയർ തൊറാസിക് നോഡ്സ് ആണ്, 5% പോസ്റ്റീരിയർ ഇൻട്രകോസ്റ്റൽ നോഡ്സ് ആണ്. ഈ ആക്സിലറി ലിംഫ് നോഡ്സ് തന്നെ ഏറ്റവും കൂടുതൽ ലിംഫ് ഡ്രെയിൻ ചെയ്യുന്നത് ആൻറ്റീരിയർ ആക്സിലറി ലിംഫ് നോഡാണ്. ഇനി എങ്ങനെ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു. ആൻറ്റീരിയർ ആക്സിലറിയും പോസ്റ്റീരിയർ ആക്സിലറി ലിംഫ് നോഡിലും വരുന്നത് പിന്നെ സെൻട്രൽ ആൻഡ് ലാറ്ററൽ ഗ്രൂപ്പിലേക്ക് പോകുന്നു, അവിടുന്ന് പിന്നെ എപ്പിക്കലിലേക്ക് പോകുന്നു, അവിടുന്ന് പിന്നെ സുപ്രാ ക്ലാവിക്കുലർ നോഡിലേക്ക് പോകുന്നു. ഇനി സബ് ഏരിയോളർ പ്ലെക്സസ് ഓഫ് സാപ്പെ. സബ് ഏരിയോളർ പ്ലെക്സസ് ഓഫ് സാപ്പെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയോളയുടെ അടിയിലുള്ള പ്ലെക്സസ് ഓഫ് ലിംഫ് വെസൽസിനെയാണ് നമ്മൾ സബ് ഏരിയോളർ പ്ലെക്സസ് ഓഫ് സാപ്പെ എന്ന് പറയുന്നത്. Most of the lymph from the gland drain into the anterior and pectoral groups of the lymph node. ഇതിൽ ഉള്ള
ഈ സബ്ഏറിയൽ പ്ലക്സസ് ആപ്പ് മെയിൻലി ഡ്രെയിൻ ചെയ്യുന്ന ആൻറ്റീരിയർ ആക്സിലറി ലിംഫ് നോഡിലേക്കാണ്. പിന്നെ ഡീപ്പ് ലിംഫാറ്റിക്സ് പെക്ട്രാലിസിനെ പിയേഴ്സ് ചെയ്യുന്നു, ക്ലാവി പെക്ട്രൽ ഫേഷ്യനെ പിയേഴ്സ് ചെയ്യുന്നു, എപ്പിക്കൽ ലിംഫ് നോഡ്സിനെ പിയേഴ്സ് ചെയ്യുന്നു. എന്നിട്ട് ഇത് എവിടെ ചെല്ലുന്നു? ഇൻറ്റേർണൽ മാമറി ലിംഫ് നോഡ്സിലേക്ക് പോകുന്നു. പിന്നെ പറഞ്ഞെന്താ, ഇൻറ്റേർണൽ മാമറി ലിംഫ് നോഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ ഇന്നർ ക്വാഡ്രൻറ്റ് മാത്രമല്ല ഔട്ടർ ക്വാഡ്രൻറ്റോടെ എടുക്കുമെന്ന് പറഞ്ഞു. സോ ലിംഫാറ്റിക്സ് ഇസ് ഡൺ. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ്, ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുക. സോ ഇത് ഒരു എക്ടോഡെർമൽ തിക്കനിങ്ങിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒരു എക്ടോഡെർമൽ തിക്കനിങ്ങിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ മാമറി റിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു എക്ടോഡെർമൽ തിക്കനിങ്ങിൽ നിന്നാണ്. അതിനെ നമ്മൾ മാമറി റിഡ്ജ് എന്നോ മിൽക്ക് ലൈൻ ഓഫ് ഷുൾട്സ്, മിൽക്ക് ലൈൻ ഓർ ലൈൻ ഓഫ് ഷുൾട്സ്, ലൈൻ ഓഫ് ഷുൾട്സ്. ഇത് ആക്സില്ല തൊട്ട് ഗ്രോയിൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലൈനാണ്. 4th വീക്ക് ഓഫ് ഇൻട്രായൂട്ടറൈൻ ലൈഫ് അപ്പോഴാണിത് കാണുന്നത്. അപ്പോൾ മിൽക്ക് ലൈൻ ഓഫ് ഷുൾസ് എന്ന് പറയുന്നത് ആക്സിലോട്ട് ഗ്രോയിൻ വരെയുള്ളതാണ്. 4th വീക്കിലാണ് കാണുന്നത്. ഇതൊരു എക്ടോഡെർമൽ തിക്കനിങ് ആണ്. ഇതിനെ മാമറി റിഡ്ജ് എന്നും വിളിക്കുന്നുണ്ട്. ഗ്ലാൻഡ് എക്ടോഡെർമലാണ്, പക്ഷേ സ്ട്രോമ മീസോഡെർമലാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എക്ടോഡെർമൽ തിക്കനിങ്ങിനെ നമ്മൾ മാമറി റിഡ്ജ് എന്ന് വിളിക്കും. ലൈൻ ഓഫ് ഷുൾസ് ആണ്. അത് ഗ്രോയിൻ തൊട്ട് ആക്സൽ തൊട്ട് ഗ്രോയിൻ വരെ പോകുന്നു. 4th വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ കാണുന്നു. അപ്പോൾ അതൊക്കെ ഗ്ലാൻഡ് എക്ടോഡെർമൽ ഗ്രോത്താണ്, എക്ടോഡെർമൽ ഒറിജിനാണ്. സ്ട്രോമ എന്ന് പറയുന്നത് മീസോഡെർമലിൻ ഒറിജിനാണ്. ഇതിന് കൺജനൈറ്റൽ ഡിഫക്ട്സ് വരാം. ഏമാസ്റ്റിയ, അതായത് ആബ്സെൻസ് ഓഫ് ബ്രസ്റ്റ്, അല്ലെങ്കിൽ ഏത്തീലിയ, ദ ആബ്സെൻസ് ഓഫ് നിപ്പിൾസ്, പോളിമാസ്റ്റിയ, സൂപ്പർ ന്യൂമറി ബ്രസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കൺജനൈറ്റൽ പ്രശ്നങ്ങൾ വരാം. ആൻഡ് ലാസ്റ്റ്ലി ക്ലിനിക്കൽ അനാട്ടമി. ക്ലിനിക്കൽ അനാട്ടമി എന്തായാലും എല്ലാ ക്വസ്റ്റിനും എഴുതിയിരിക്കണം. കാരണം നമ്മളിതൊക്കെ പഠിക്കുന്നത് ക്ലിനിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. സോ ദ ഫസ്റ്റ് പോയിന്റ്, ദി അപ്പർ ആൻഡ് ദി ഔട്ടർ ക്വാഡ്രന്റ് ഓഫ് ദി ബ്രസ്റ്റ് ഇസ് എ ഫ്രീക്വൻറ്റ് സൈറ്റ് ഓഫ് കാർസിനോമ. upper and the outer quadrant of breast is a frequent site of carcinoma. നമ്മൾ ബ്രസ്റ്റിനെ 4 ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പർ മീഡിയൽ, അപ്പർ ലോ ലാറ്ററൽ, ലോ മീഡിയൽ ആൻഡ് അപ്പർ ലാറ്ററൽ. സോ ഇതിൻ്റെ അകത്ത് അപ്പർ ആൻഡ് ഔട്ടർ ക്വാഡ്രൻ്റ്, അതായത് ഈ ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നതെന്നാണ് പറയുന്നത്. So the first lymph node draining the tumor bearing area is called sentinel node. ആ ഏരിയ ഡ്രെയിൻ ചെയ്യുന്ന ആദ്യത്തെ ലിംഫ് നോഡിനെ നമ്മൾ സെൻറ്റിനൽ ലിംഫ് നോഡ് എന്ന് വിളിക്കും. നെക്സ്റ്റ്, ക്യാൻസർ സെൽസ് മേ ഇൻഫിൽട്രേറ്റ് ദി സസ്പെൻസറി ലിഗമെൻറ്റ്സ്. സസ്പെൻസറി ലിഗമെൻറ്റ് ഓഫ് കൂപ്പർ അവരുടെ പണി എന്തായിരുന്നു? സ്കിന്നിനെയും ഗ്ലാൻഡിനെയും, സ്കിൻ ആൻഡ് ഗ്ലാൻഡ്, ഇതിനെ പെക്ടോറൽ ഫേഷ്യയിലേക്ക് ആങ്കർ ചെയ്ത് വെക്കുക. അപ്പോൾ അവരെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രസ്റ്റ് ഫിക്സ്ഡ് ആവും. കൺട്രാക്ഷൻ ഓഫ് ദി ലിഗമെൻറ്റ്സ് ക്യാൻ കോസ് റിട്രാക്ഷൻ ആൻഡ് പക്കറിങ് ഓഫ് ദി സ്കിൻ. ലിഗമെൻറ്റ്സിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് റിട്രാക്ട് ആവും, അല്ലെങ്കിൽ സ്കിന്നിൽ പക്കറിങ് ഉണ്ടാവും. നെക്സ്റ്റ്, infiltration of lactiferous ducts and their consequent fibrosis can cause
റിട്രാക്ഷൻ ഓഫ് നിപ്പിൾ, അതായത് ക്യാൻസർ സെൽസ് ലാക്ടിഫറസ് ഡക്റ്റിനെ ഇൻഫിൽട്രേറ്റ് ചെയ്താൽ അതിന് കോൺസിക്വൻസ് ആയിട്ട് ഫൈബ്രോസിസ് ഉണ്ടാവും. അങ്ങനെ ഫൈബ്രോസിസ് ഉണ്ടായാൽ നിപ്പിൾ റിട്രാക്റ്റ് ആവും. നിപ്പിളിലേക്കാണല്ലോ ഈ ലാക്ടിഫറസ് ഡക്റ്റ് എല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നത്. നിപ്പിളാണെങ്കിൽ അതിലേക്ക് ഒരു 10-15 ലാക്ടിഫറസ് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവർ ഇൻഫിൽട്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിപ്പിൾ റിട്രാക്റ്റ് ആവും. അതാണത്. ഇനി ഒബ്സ്ട്രക്ഷൻ ഓഫ് ലിംഫ് വെസൽസ് ബൈ ക്യാൻസർ സെൽസ് മേ പ്രൊഡ്യൂസ് എഡീമ ഓഫ് സ്കിൻ ഗിവിംഗ് റൈസ് ടു പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ്. സൂപ്പർഫിഷ്യൽ ലിംഫ് വെസൽസിനെ ക്യാൻസർ സെൽസ് ഒബ്സ്ട്രക്റ്റ് ചെയ്തെന്ന് വെച്ചോ. അങ്ങനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് പിന്നെ പോകില്ലല്ലോ, അപ്പം അവിടെ എഡീമ ഉണ്ടാവും. എഡീമ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലിയുടെ അപ്പിയറൻസ് ഉണ്ടാവും എന്നാണ് അർത്ഥം. അപ്പം പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്തുകൊണ്ടുണ്ടാകുന്നു? ഒബ്സ്ട്രക്ഷൻ ഓഫ് ലിംഫ് വെസൽസ്, സൂപ്പർഫിഷ്യൽ ലിംഫ് വെസൽസ് ബൈ ക്യാൻസർ സെൽസ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, because of bilateral communication of lymphatics of breast across the midline, cancer is spread from one breast to another. അതായത് ഇപ്പം ഇവിടെ ഇൻട്രാമാമറി ലിംഫ് നോഡ്സ്, ഇത് അടുത്തത്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്തോട്ട് വരാനുള്ള ചാൻസസ് വെരി ഹൈ. ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് ലിംഫ് വെസൽസ് ഇൻ ദോസ് ഇൻ ദി അബ്ഡോമൻ. ഈ നമ്മുടെ ബ്രസ്റ്റിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലിംഫ് വെസൽസ് അബ്ഡോമിനലിലെ ലിംഫ് വെസൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ലിവറിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്യാൻസർ സെൽസ് മേ ഡ്രോപ്പ് ഇൻ ടു ദി പെൽവിസ്, എസ്പെഷ്യലി ഓവർ ദി ഓവറി, ഫോമിങ് ക്രുക്കൻബർഗ്സ് ട്യൂമർ. ഈ ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിലെ ക്യാൻസർ സെൽസ് പെൽവിസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, എസ്പെഷ്യലി ഓൺ ടു ദി ഓവറി. അപ്പോൾ അതിനെ നമ്മൾ ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്ന് വിളിക്കും. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വെർട്ടിബ്രയിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ സ്പ്രെഡ് ആകുന്നത്? വെയിൻസ് ഡ്രെയിനിങ് ദി ബ്രസ്റ്റ്. ഏതൊക്കെ വെയിൻസ് ആണ് ബ്രസ്റ്റിനെ ഡ്രെയിൻ ചെയ്യുന്നത്? ഇൻറ്റേർണൽ തൊറാസിക്, പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസ്, പിന്നെ ആക്സിലറി വെയിൻസ്. അപ്പം ഇതാണ് നമ്മുടെ ബ്രസ്റ്റിനെ ഡ്രെയിൻ ചെയ്യുന്ന വെയിൻസ്. ഇതിൽ പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസ് എസ്പെഷ്യലി അവരുടെ ബ്ലഡ് പിന്നെ മൂവ് ചെയ്യുന്നത് വെർട്ടിബ്രൽ വീനസ് പ്ലക്സസിലേക്ക് ആയിരിക്കും. വെർട്ടിബ്രൽ വീനസ് പ്ലക്സസിൽ നിന്ന് പിന്നെ അത് വെർട്ടിബ്രയിലേക്കും ബ്രെയിനിലേക്കും പോകുന്നു. അങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വെർട്ടിബ്രയിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് തീരുവാണ്. പിന്നെ അതിൻ്റെ ഹിസ്റ്റോളജി വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ എഴുതാം, കുഴപ്പമില്ല. സോ ഒരു ക്വിക്ക് റീക്യാപ്പ് പോലെ വരാം. ബ്രസ്റ്റിൻ്റെ സിറ്റുവേഷൻ സൂപ്പർഫിഷ്യൽ ഫേഷ്യലാണ്. അവർക്ക് 4 ക്വാഡ്രൻസ് ഉണ്ട്. അപ്പർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ, ലോവർ ലാറ്ററൽ. അതിൻ്റെ അകത്ത് അപ്പർ ലാറ്ററൽ ക്വാഡ്രൻറ്റിന് ആക്സിലറി ടെയിലുണ്ട്. ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് അത് ഫൊറാമൻ ലാങ്ങറിലേക്ക് ഇറങ്ങി ആക്സിലിൽ ചെല്ലുന്നു. അതിൻ്റെ എക്സ്റ്റെൻഡ് 2nd to 6th റിബാണ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി ലാറ്ററൽ ബോർഡർ ഓഫ് സ്റ്റേർണം ടു മിഡ് ആക്സിലറി ലൈൻ. ഡീപ്പ് റിലേഷൻ പറയുവാണെങ്കിൽ ഡീപ്പ് ഫേഷ്യ, അതിനിടയിൽ മസിൽസ്, പെക്ട്രാലിസ് മേജർ, സെറാറ്റസ് ആൻറ്റീരിയർ ആൻഡ് എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽസ്. ബ്രസ്റ്റും പെക്ട്രൽ ഫേഷ്യയും തമ്മിൽ സെപ്പറേറ്റഡ് ആണ് ബൈ എ ലൂസ് ഏരിയോളർ ടിഷ്യൂ കോൾഡ് റെട്രോമാമറി സ്പേസ്. ഇത് ബ്രസ്റ്റിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രക്ചർ പറയുകയാണെങ്കിൽ സ്കിന്നുണ്ട്, പാരൻകൈമയുണ്ട്, സ്ട്രോമയുണ്ട്, സ്കിന്നിൽ നിപ്പിളുണ്ട്, ഏരിയോളുണ്ട്. പിന്നെന്താ പാരൻകൈമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെയിൻലി ഗ്ലാൻഡാണ്, ട്യൂബുലോ ആൽവിയോറൽ ഗ്ലാൻഡാണ്. അപ്പം ഒരു 15 to 20 ലോബ്സ് ഉണ്ട്. ഈച്ച് ലോബിലും കുറേ ആൽവിയോളായി ഉണ്ട്. ഇവരെല്ലാം കൂടെ ലാക്ടിഫറസ് ഡക്റ്റിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. അവർ പിന്നെ നിപ്പിളിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. സ്ട്രോമയാണെങ്കിൽ സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കാണ്. അത് തന്നെ ഫൈബ്രസ് സ്ട്രോമയുണ്ട്, ഫാറ്റി സ്ട്രോമയുണ്ട്. ഫൈബ്രസ് സ്ട്രോമ എന്ന് പറയുമ്പോഴത്തേക്ക് സസ്പെൻസറി ലിഗമെൻറ്റ് ഓഫ് കൂപ്പർ. ഫാറ്റി സ്ട്രോമ എന്ന് പറയുമ്പോൾ ഫാറ്റാണ്, അതാണ് മെയിൻ ബൾക്ക് ഓഫ് ദി ഗ്ലാൻഡ്. ഇനി പറയുകയാണെങ്കിൽ ആർട്ടറീസ്, ആർട്ടീരിയൽ സപ്ലൈ ആണെങ്കിൽ ഇന്റേണൽ തൊറാസിക് ആർട്ടറി, ലാറ്ററൽ തൊറാസിക്, സുപ്പീരിയർ തൊറാസിക്, അക്രോമിയോ തൊറാസിക് ആൻഡ് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി. ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി വാസ്കുലർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പിന്നെന്താ
വീനസ് ഡ്രെയിനേജ് ആണെങ്കിൽ സൂപ്പർഫിഷ്യൽ വെയിൻസും ഉണ്ട്, ഡീപ്പ് വെയിൻസും ഉണ്ട്. സൂപ്പർഫിഷ്യൽ വെയിൻ ആണെങ്കിൽ ഇന്റർതൊറാസിക് വെയിൻസ്, പിന്നെ ഡീപ്പ് വെയിൻ ആണെങ്കിൽ ആക്സിലറി വെയിൻ ആൻഡ് പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ വെയിൻ. നെർവ് സപ്ലൈ പറയുകയാണെങ്കിൽ ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ഓഫ് 4 to 6 ഇന്റർകോസ്റ്റൽ നെർവ്സ് ആണ്. പക്ഷേ അവർ ഈ മിൽക്ക് സെക്രീഷനിൽ അവർക്ക് പങ്കൊന്നുമില്ല. ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണെങ്കിൽ ലിംഫ് നോഡ്സ് ഉണ്ട്, ലിംഫാറ്റിക്സ് ഉണ്ട്. ലിംഫ് നോഡ് തന്നെ ആക്സിലറി ഉണ്ട്, ആൻറ്റീരിയർ thoracic ലിംഫ് നോഡ് ഉണ്ട്, സുപ്രാക്ലാവിക്കുലർ ഉണ്ട്. ലിംഫ് വെസൽസ് ആണെങ്കിൽ സൂപ്പർഫിഷ്യലും ഡീപ്പും ഉണ്ട്. പിന്നെന്താ സബ് ഏരിയൽ പ്ലക്സസ് ഓഫ് സാപ്പേ. ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്ലാൻഡ് എക്ടോഡെർമലും സ്ട്രോമ മീസോഡെർമലുമാണ്. ക്ലിനിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് പ്യൂഡി ഓറഞ്ചിൻ്റെ കാര്യം പറയാം. റിട്രാക്ഷൻ ഓഫ് ആൻഡ് പക്കറിങ് ഓഫ് സ്കിന്ന് പറയാം. മോസ്റ്റ് സീൻ ഇൻ ദി അപ്പർ ഔട്ടർ ക്വാഡ്രൻറ്റ് ഓഫ് ബ്രസ്റ്റ് എന്ന് പറയാം. ആദ്യം ഇത് ട്യൂമർ ഡ്രെയിൻ ചെയ്യുന്ന ആദ്യത്തെ ലിംഫ് നോഡ് നമ്മൾ സെൻറ്റിനൽ നോഡ് എന്ന് വിളിക്കും. പിന്നെന്താ ബയലാട്രൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒരു ബ്രസ്റ്റിൽ നിന്ന് സ്പ്രെഡായി മറ്റേ ബ്രസ്റ്റിലേക്ക് ക്യാൻസർ പോകാനുള്ള സാധ്യതയുണ്ട്. ക്രിക്കൻബർഗ്സ് ട്യൂമർ പറയാം. വെർട്ടിബ്രൽ വീനസ് പ്ലക്സസിൽ കൂടെ എങ്ങനെയാണ് വെർട്ടിബ്രയിലേക്കും ബ്രെയിനിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആവുന്നതെന്ന് പറയാം. ആൻഡ് അങ്ങനെ ദാറ്റ്സ് ഇറ്റ്. നന്നായിട്ട് വായിക്കുക. നോട്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും.